ഇത് 1 കപ്പ് മട്ട അവലാണ്. ഇത് വെച്ച് നമുക്കൊരു സാധനം ഉണ്ടാക്കാം. ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം, പറയാം എന്താണെന്ന്. ഇത് നല്ലോണം 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. 8 മണിക്കൂർ കുതിർത്ത് വെച്ച അവലാണ് കേട്ടോ, നല്ലോണമായി. ഇനി ഇത് അവലെടുത്ത പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം അരച്ചെടുക്കും. അവൽ നന്നായി അരച്ചെടുത്ത് ഇതൊരു കടായിലോട്ട് ഒഴിക്കുക. ഇതിന് ഞാൻ അവലെടുത്ത പാത്രം ഉണ്ടല്ലോ, അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ജാറൊന്ന് കഴുകി ഇച്ചിരി എള്ളിട്ട്, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി ജീരകവും കൂടി ഇട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറുക്കിയെടുക്കുക. നോക്കിയേ, ഈ പരുവാകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ചൂടാകട്ടെ കേട്ടോ, നന്നായി. ഇത് പരത്താനായിട്ട് ഞാനൊരു ഷീറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടെണ്ണത്തിലായിട്ട് ഇങ്ങനെ ഷീറ്റ് വെച്ചിട്ടുണ്ട്. എന്നിട്ടിങ്ങനെ കുറേശ്ശെ കോരി ഒഴിച്ച് പരത്തുക. ഇച്ചിരി കൂടെ ലൂസ് വരാനുണ്ടായിരുന്നു കേട്ടോ, തണുത്തപ്പോൾ ഇച്ചിരി ഒന്ന് കട്ടിയായി. സാരമില്ല, എന്നാലും പരത്താം. ഞാനിത് മുഴുവൻ പരത്തിയേച്ച് കാണിക്കാമേ. ഞാനെല്ലാം പരത്തിയേ, ഇച്ചിരി കൂടെ ഒരു ലൂസ് വേണമായിരുന്നു. ഇനി ഇത് കൊണ്ടുവന്ന് നല്ല വെയിലുണ്ട്, വെയിലത്തോട്ട് വെച്ച് ഉണക്കുക. ഇപ്പം മനസ്സിലായോ ഇതെന്തുവാന്ന്? അവിൽ പപ്പടം, അവൽ കൊണ്ടുണ്ടാക്കുന്ന പപ്പടമാണ്. വെയിലത്ത് ഉണക്കാൻ വെച്ചിരിക്കുന്ന കേട്ടോ. ഇങ്ങനത്തെ നല്ല വെയിലാന്ന് 1 ദിവസം മതി, ഉണങ്ങി കിട്ടും. ഇത് നോക്കൂ, അവിൽ പപ്പടം നന്നായി ഉണങ്ങി. ചിലതൊക്കെ പൊട്ടിപ്പോയിട്ടോ, അതൊന്നും സാരമില്ല. നോക്കിയാൽ സുഖമായിട്ട് ഇതിൽ നിന്ന് എടുത്ത് ഇളകി വരും. തൊടുമ്പോഴേക്കും ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. ഇനി വറുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിക്കാം കേട്ടോ. ഇതൊരു കറുത്ത കളർ എന്താണെന്നറിയാമോ? ഇവിടെ മുളക് പൊടി അധികം ഇടാൻ സമ്മതിക്കില്ല, അപ്പം ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടു കേട്ടോ.